കോൺഗ്രസ് പാർട്ടി ചെറുപ്പം മുതൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പക്ഷേ ആ പ്രസ്ഥാനം കഴിഞ്ഞൊരു 4-5 വർഷത്തിൽ ഒരുപാട് മാറിപ്പോയി. ഈ ശ്രീ രാഹുൽ ഗാന്ധി അതിനെ നയിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഒരു കോട്ടറി, ഒരു ഉപജാക സംഘം മാത്രം നയിക്കുന്നൊരു പ്രസ്ഥാനമാണ്. പിതാവും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്ത് ഇദ്ദേഹത്തിന്റെ സംഘത്തിന്റെ ഭാഗമൊന്നും അല്ലായിരുന്നു. അദ്ദേഹം ഇന്ന് പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിരമിച്ച് അദ്ദേഹം ഇന്ന് ഇതിന്റെ ഒന്നും ഭാഗമല്ല. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന് ചുറ്റുമുള്ള ഒരു സംഘമുണ്ട്. അവർ ഇന്ന് ഇന്ത്യൻ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ്, സോഷ്യൽ കോൺഷ്യസ്നസ്, ഇക്കോണമിക് കോൺഷ്യസ്നസ് ഇതിനെല്ലാം അവർ കട്ട് ഓഫാണ്. അവർ ഇന്ന് അവരുടെ രാഷ്ട്രീയം ഇന്ന് വെറും രണ്ടാണ്. ഒന്ന്, അവർ പ്രതിപക്ഷത്തിരിക്കുന്നു. അവർക്ക് ഭരണത്തിൽ വരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ അതിനുള്ള ഐഡിയാസോ വിഷനോ ഒന്നും ഇവർക്കില്ല. ഇവർ ആകെപ്പാടെ ചെയ്യുന്ന രണ്ട് കാര്യം: ഒന്ന്, ശ്രീ നരേന്ദ്രമോദി എന്ത് ചെയ്താലും അതിനെ ഇവർ ചീത്ത പറയും. അത് മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ അതിനെന്ത് വിപരീതമായി എന്താണോ അതിന് അവർ നിൽക്കും. ഓരോ രാഷ്ട്രീയ പാർട്ടിയും നിലനിൽക്കുന്നത്, ഓരോ രാഷ്ട്രീയക്കാരനും നിലനിൽക്കുന്നത് ജനങ്ങളെ സേവിക്കാനും രാഷ്ട്രത്തെ സേവിക്കാനുമാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി, ഇന്നത്തെ ഈ കോൺഗ്രസ് പാർട്ടി, അവർക്ക് രാഷ്ട്രത്തിനും ജനങ്ങളെക്കാൾ എല്ലാം അവർക്ക് ഇമ്പോർട്ടൻ്റ് ഇന്ന് ഒരു കുടുംബത്തിൻ്റെ വെൽഫെയർ മാത്രമാണ്. ആ കുടുംബത്തിൻ്റെ വെൽഫെയറിന് പറ്റിയ ആരൊക്കെയാണോ അവർ മാത്രമേ ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഉപജാക സംഘത്തിലുള്ളൂ. തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് പരാജയം സംഭവിച്ചിട്ടും ഇതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മനസ്സിലാകാത്തത്? അത് കാരണമാണല്ലോ ഇന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഓരോരുത്തർ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം, അവരുടെ നേതൃത്വം എത്ര തോറ്റാലും അവർ പഠിക്കാൻ തയ്യാറല്ല. അവർ ഇന്നും മറ്റൊരു ലോകത്താണ്. ഇന്നും ഈ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇന്നും ഇപ്പം മോദിജി പറയുന്നു 140 കോടി ഇന്ത്യക്കാർ. ഇപ്പം ജാതിയും മതവും ഒന്നും അദ്ദേഹത്തിന് വിഷയമല്ല. ഇപ്പം ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും അതൊന്നും അദ്ദേഹത്തിന് വിഷയമല്ല. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇന്ത്യയിൽ 4 ജാതികളേ ഉള്ളൂ: ഗരീബ്, യുവ, അന്നദാത, നാരി. അതായത് ഇവിടുത്തെ പാവപ്പെട്ടവർ, ഇവിടുത്തെ കർഷകർ, ഇവിടുത്തെ യുവതി-യുവാക്കൾ, ഇവിടുത്തെ വനിതകൾ. താങ്കൾ എന്നോട് സൂചിപ്പിച്ചു എന്തിന് കോൺഗ്രസ് വിട്ടു. അപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം ഇങ്ങനെ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കാരണമാണ് ഞാൻ കോൺഗ്രസ് വിട്ടത്.